ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി കൊടുത്ത കള്ളമൊഴി 75-കാരനെ തടവറയിലാക്കിയത് എത്ര കാലമെന്നറിയാമോ? 9 മാസം. വളരെ അടുപ്പമുണ്ടായിരുന്ന സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരന്റെ ജയിലിലെ അവസ്ഥ കണ്ട് കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 15-കാരി മൊഴി തിരുത്തുകയായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള MJ ജോസഫിന്റെ യാത്രയ്ക്ക് വേണ്ടി വന്നത് 285 ദിവസമാണ്. ദൈർഘ്യമേറിയ 285 ദിനരാത്രങ്ങൾ. ആലപ്പുഴ നഗരത്തിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു 75-കാരൻ. അയൽവാസിയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിക്ക് വിവാഹിതനായ യുവാവുമായുള്ള അടുപ്പം ജോസഫ് കണ്ടെത്തി. ഇതിനു പിന്നാലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി സെക്യൂരിറ്റിക്കെതിരെ അധ്യാപകരോട് പരാതിപ്പെട്ടു. 2022 ഓഗസ്റ്റിൽ നോർത്ത് പോലീസ് പോക്സോ ചുമത്തി ജോസഫിനെ ജയിലിലാക്കി. ഈ കുട്ടിക്ക് അങ്ങനെയുള്ള അറിവില്ലായിരുന്നായിരിക്കും. അങ്ങനെ വരുമെന്നൊക്കെ ആണെങ്കിൽ അവൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേര് പറയുമെന്ന് തോന്നുന്നില്ല. അവനാൾ ഫ്രോഡായിരുന്നു, അത് സാറിനും അറിയായിരുന്നു. അവനാണ് പറയിപ്പിച്ചതെന്ന് അതെല്ലാം വേറെ വഴിയില്ല. വിചാരണ വേളയിൽ പെൺകുട്ടി തന്നെ മൊഴി തിരുത്തി. വിവാഹിതനായ കാമുകൻ പറഞ്ഞിട്ടാണ് വയോധികനെതിരെ തെറ്റായ മൊഴി കൊടുത്തതെന്ന് കോടതിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തുറന്നു പറഞ്ഞു. വിചാരണ തുടങ്ങിയപ്പം എന്നെ നേരിട്ട് കണ്ടു, ഈ ഓൺലൈനിലല്ല. അപ്പോൾ എൻ്റെ രൂപം കണ്ടപ്പോൾ അവൾ വീണ് കരച്ചിലൊക്കെ വരും. ഉടനെ ജഡ്ജി മറക്കാൻ പറഞ്ഞു, മറച്ച്. മറ്റാൾ ചോദിച്ചത് പറയുന്നില്ല, ഇവള് കരച്ചിൽ തന്നെ. നീ എന്തെങ്കിലും പറയുന്ന അപ്പം നിരപരാധിയാണ്, എനിക്കൊന്ന് പറ്റിയ തെറ്റാണ്. ഒടുവിൽ നീതിദേവത കൺതുറന്നു. ഒപ്പം നിന്ന വീട്ടുകാരുടെയും തള്ളിപ്പറഞ്ഞ നാട്ടുകാരുടെയും ഇടയിലൂടെ അയാൾ വീണ്ടും ജീവിതം തുടങ്ങുകയാണ്. ആരോടും പരിഭവമില്ല. എൻ്റെ മക്കളൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. എന്നെ കാണുമ്പോൾ തലയിരിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു പറഞ്ഞാണ് ഞാൻ ഈ ലാമിച്ചിറങ്ങിയപ്പോഴൊന്നും 7 മണിയായി. കൊച്ചു ഓടിക്കുമോ നേരെ കാണുന്ന വീട്ടിലെ ചേട്ടനാണ് ഇല്ല. ആ കൊച്ചങ്ങനെ പറയണമെങ്കിൽ അങ്ങനെയുള്ള എന്നിട്ട് അപ്പം എനിക്ക് ഫീൽ ചെയ്തു. ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സേവനകാലത്ത് പരിചയപ്പെട്ട അഭിഭാഷകൻ PP ബൈജു MJ ജോസഫിന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് പ്രതിഫലം വാങ്ങാതെയാണ് കേസ് വാദിച്ചത്. നമ്മൾ കുട്ടിയെ ക്രോസ് ചെയ്തപ്പോഴാണ് കുട്ടി പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെയാണ്, ഞാൻ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നും കാമുവിനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ ഇരുന്ന ജഡ്ജിയാണ് രണ്ടാമത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം ആണ് കോടതിക്ക് പോലും അത് മനസ്സിലായി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ ചെങ്ങന്നൂർ പോക്സോ കോടതിയിൽ അധികം വൈകാതെ ആരംഭിക്കും. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.